ഹലോ, എല്ലാവർക്കും സാറാസ് കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്നൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ബോൺലെസ് ചിക്കൻ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മൈദപ്പൊടി, ക്യാപ്സിക്കം, കോൺഫ്ലോർ, മുട്ട. 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3/4 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ 3/4 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു മുട്ടയും ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യണം. അരമണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷം ഇതിലോട്ട് സോയാ സോസും ഉപ്പും ഞാൻ നേരത്തെ ഇട്ട് കൊടുക്കാൻ മറന്നു പോയതാണ്. ഒരു പാന് ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഒന്നിച്ചിട്ടിടരുത്. എൻ്റെ കുഞ്ഞ് സമ്മതിക്കുന്നില്ല, അതാണ് ഞാൻ ഒന്നിച്ചിട്ടിട്ടത്. അടർന്നു പോകും ഒന്നിച്ചിട്ടിട്ടാൽ. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയായതിന് ശേഷം എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതേ പാനിൽ തന്നെ ഞാനിവിടെ അതേ പാനാണ് എടുത്തിന്. അതിലേക്ക് തന്നെ സവാളയും 2 പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം നന്നായി വാട്ടിക്കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി വാട്ടിയെടുക്കാം. കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി വാട്ടാം. ഒരു സ്പൂണ് സോയാ സോസും 1 സ്പൂൺ മൈദപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് സോയാ സോസ്, 2 സ്പൂണ് ടൊമാറ്റോ സോസ് ഇതൊഴിച്ച് പിന്നെയും നന്നായി ഇളക്കി കൊടുക്കാം. അര ഗ്ലാസ് വെള്ളത്തിൽ കോൺഫ്ലോർ കലക്കിയതാണിത്. ഇതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എൻ്റെ മക്കൾക്കെല്ലാം ഇത് ഭയങ്കര ഇഷ്ടമാണ്. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ. പുതിയ
ഡിഷുമായി വീണ്ടും വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.